നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. ശരീരത്തിൽ അമിതമായി പ്രോട്ടീൻ അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പോഷകമാണ്. പേശികളുടെ വളർച്ചയ്ക്ക് വേണ്ടി, എല്ലുകളുടെ ആരോഗ്യത്തിന്, രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെയും അണുബാധകളെയൊക്കെ ചെറുക്കുന്നതിനുള്ള ആൻറ്റിബോഡീസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ടിഷ്യൂസ് അഥവാ കലകളുടെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയും പുതിയ കോശങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയൊക്കെ സഹായിക്കുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എക്സസ്സായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് വിവിധ ദഹന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ പ്രോട്ടീൻ എക്സസ്സായിട്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ കുടലിൻ്റെ ആരോഗ്യത്തെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മലബന്ധം പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വയറെപ്പോഴും വീർത്ത് നിൽക്കുക, ദഹനക്കേട്, പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചൽ എന്ന് പറഞ്ഞ വിവിധ തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആഹാരത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വൃക്കയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത്. അമിതമായ അളവിൽ പ്രോട്ടീൻ ശരീരത്ത് ഉള്ള സമയത്ത് അത് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് വൃക്കകൾ അമിതമായി വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന്, അതുപോലെ തന്നെ മൂത്രം പതയായി പോകുന്നതിനൊക്കെ കാരണമായി തീരുന്നു. അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് പോഷക അസന്തുലിതാവസ്ഥ. ഇപ്പോൾ എക്സസ് ആയിട്ട് പ്രോട്ടീൻ മാത്രമായിരിക്കും ശരീരത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്ന പോഷകങ്ങളുടെ ഒക്കെ ഒരു കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ശരീരം നല്ല രീതിയിൽ കാണിക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാതും അടങ്ങിയിട്ട് ഒരു സമീകൃത ആഹാരം നിർബന്ധമായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിർജ്ജലീകരണമാണ് അടുത്തതായിട്ട് പറയുന്നത്. വൃക്കകളൊക്കെ അമിതമായി വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ശരീരത്തിന് ധാരാളം ജലം ആവശ്യമായി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജലം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ നിർജ്ജലീകരണം ഉണ്ടാകാം. അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ നിർജ്ജലീകരണം വരുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ എക്സസ്സായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നും കാണിക്കുന്നുണ്ട്. വായനാറ്റമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റുകളും ഫാറ്റുകളൊക്കെ ശരീരത്തിൽ കുറവായിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രോട്ടീൻ്റെ അളവ് അമിതമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും കീറ്റോണുകൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു ശരീരത്തിൽ കൂടുതലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് വായുനാറ്റത്തിൻ്റെ പ്രധാന കാരണം. പ്രോട്ടീനൊക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സന്ധിവാതം ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയാം. ശരീരത്തിൻ്റെ ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ പോയിട്ട് യൂറിക് ആസിഡ് കെട്ടിക്കിടക്കാനുള്ള ഒരു സാധ്യത പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സന്ധി വേദന, അതുപോലെ തന്നെ നല്ല റെഡ്നെസ് ഒക്കെ സന്ധികളിൽ കാണപ്പെടുന്നുണ്ട്. ശരീരഭാരം നല്ല രീതിയിൽ വർദ്ധിക്കുന്നു. സാധാരണ പ്രോട്ടീൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എക്സസ് എമൗണ്ട് അളവിൽ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അത് ഫാറ്റ് രൂപത്തിലാണ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഒരു ആളുടെ വെയ്റ്റിനനുസരിച്ചിട്ട് ഇപ്പോൾ 1 കിലോഗ്രാം വെയ്റ്റിന് 0.8 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. ഇപ്പോൾ 70 കിലോ വെയ്റ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം ഒരു 50 ഗ്രാം പ്രോട്ടീൻ മതിയായിരിക്കും. പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പറയാം. മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, തൈര്, ബദാം, പയറ്, കടല, ഫിഷ് ഐറ്റംസ് ആയിട്ടുള്ള മത്തി, അയല, ചൂര, പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ചിക്കൻ, മട്ടൻ, ബീഫ്, പോർക്ക്, ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അരി, ഗോതമ്പ്, ബ്രൊക്കോളി, ബദാം, ചോളം, ഇതിലൊക്കെയും ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമിതമായ അളവിൽ പ്രോട്ടീനൊന്നും കഴിക്കാതെ കറക്റ്റ് എമൗണ്ടിൽ പ്രോട്ടീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ട്രെയിനർ പറയുന്ന അനുസരിച്ചിട്ട് അത്ര എമൗണ്ടിലുള്ള പ്രോട്ടീൻ മാത്രം ഒരു ദിവസം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്